ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഒക്കെ ഈ മറുഭാഗത്തുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്സിനൊക്കെ ന്യായീകരിക്കുന്ന ആളുകൾ അവർ പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റാണ്. അതായത് ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. ആ മനുഷ്യാവകാശത്തിൽ എന്ത് സംവാദമാണ് ഭയങ്കര ചിലപ്പോൾ കേൾക്കും ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. കുറച്ച് ആളുകൾ ഇവിടെ ജീവിക്കണോ അല്ലെങ്കിൽ അവര് നമ്മളെപ്പോലെ പൗരന്മാരാണോ എന്ന വിഷയത്തിൽ പിന്നെന്ത് സംവാദമാണ് എന്നതാണ്. അതായത് നമ്മളെപ്പോലെ ആണിനെയും പെണ്ണിനെയും പോലെ മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ, അതെ സെക്ഷൽ മൈനോറിറ്റീസ്, അവരിവിടെ ജീവിക്കണോ എന്ന വിഷയത്തിൽ അവർക്ക് അവകാശങ്ങളുണ്ടോ എന്ന വിഷയത്തിൽ പിന്നെന്താ സംവാദം? അതിവിടെ രണ്ട് അഭിപ്രായത്തിന് സ്കോപ്പ് തന്നെ ഇല്ലല്ലോ എന്നുള്ള വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അവർ അത് ഇതാക്കുക. പക്ഷെ അവിടെ നമ്മൾ പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ചില ആളുകൾ അവരിവിടെ ജീവിക്കണോ അല്ലെങ്കിൽ അവർ പൗരന്മാരാണോ, അവർക്ക് പൗരാവകാശങ്ങൾ ഉണ്ടോ, ഇതൊന്നും അല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്തരം വിഷയങ്ങളിലേക്കല്ല നമ്മൾ പോകുന്നത്. അവരൊക്കെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ആ സംസാരങ്ങളിൽ പറയാറുണ്ട്. ഈവൻ മെഡിക്കൽ കോളേജിലുള്ള ആ സംവാദം ഞാൻ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ പല രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, നാം അവരെ ചേർത്ത് പിടിക്കണം, അവരെ ഈവൻ വേർബലി പോലും അബ്യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ പലതരത്തിലുള്ള പദപ്രയോഗങ്ങളുണ്ടല്ലോ, 9 അങ്ങനെ പെണ്ണൻ എന്നൊക്കെ പറഞ്ഞു, അത്തരം പദപ്രയോഗങ്ങൾ കൊണ്ട് പോലും ഇവരെ വേദനിപ്പിക്കരുത് എന്നുള്ള സ്റ്റാൻഡ് അഫേം ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിബേറ്റിലേക്ക് കടക്കുന്നത്. ആരെങ്കിലും ജീവിക്കണോ അല്ലെങ്കിൽ അവർക്ക് അവകാശങ്ങളുണ്ടോ എന്നല്ല നമ്മുടെ വിഷയം. മറിച്ച് നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ പൊളിറ്റിക്സ് ആണ് നമ്മുടെ വിഷയം. LGBT പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു അതിന്റെ ആശയം, അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രൂപപ്പെടുത്തിയിട്ടുള്ള ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റുകൾ, ഇതൊക്കെയാണ് ചർച്ച. അപ്പോൾ അത് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ചില ആളുകൾ ജീവിക്കാൻ അവകാശമുണ്ടോ, അതെ ഫോബിയ ചാപ്പ് വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ആസ്പെക്റ്റുകൾ